നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. നമുക്ക് ആയുർവേദപരമായിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനായിട്ട് പറയുന്ന ഒരു സീസൺ അല്ലെങ്കിൽ ഋതു എന്ന് പറയുന്നത് വർഷ ഋതുവാണ്. അതായത് നമ്മളുടെ കർക്കിടകം ഉൾപ്പെടുന്ന മഴക്കാലം തന്നെയാണത്. ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നും അതുപോലെ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ ആഹാരത്തിലും ആരോഗ്യത്തിലും ഒക്കെ ശ്രദ്ധ ചെലുത്തുന്നത് അനുസരിച്ചാണ് നമ്മളുടെ അടുത്തൊരു കൊല്ലത്തെ ആരോഗ്യം ഉള്ളത് എന്നും കുറെ പേര് കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് മിക്കവർക്കും അറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് നോക്കാം. ഈ വർഷ ഋതുവിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് സീസണുകൾ അല്ലെങ്കിൽ ഋതുക്കളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. നമ്മൾക്ക് മലയാളം കലണ്ടർ അനുസരിച്ച് ഓരോ 2 മാസങ്ങളും ചേർന്നിട്ട് ഒരു ഋതു ഉണ്ടാകും. അതായത് ഓരോ സീസണുകൾ, അങ്ങനെ ടോട്ടൽ 6 സീസൺ ആണ് നമ്മൾക്കുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് നമ്മൾക്ക് 4 സീസണേ ഉള്ളൂ. ഈ ഓരോ സീസണും ഏതാണെന്നുള്ളത് പറയാം. നമ്മൾ സ്കൂളിൽ പഠിച്ച 6 സീസണുകൾ: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷ, ശരത്, ഹേമന്തം. ഇതിലെ ശിശിര ഋതു എന്ന് പറയുന്നത് ശീതകാലം അല്ലെങ്കിൽ മഞ്ഞുകാലമാണ്. അതായത് ജനുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയാണ് അത് വരുന്നത്. വസന്ത ഋതു ആണെങ്കിൽ വസന്തകാലം എന്ന് നമ്മൾ പറയും. മാർച്ച് പകുതി മുതൽ മെയ് പകുതി വരെ വരുന്നതാണ്. ഇനി അടുത്തത് ഗ്രീഷ്മ ഋതുവാണ്, വേനൽക്കാലം. ഇത് മെയ് പകുതി മുതൽ ജൂലൈ പകുതി വരെ വരും. അടുത്തത് വർഷ ഋതുവാണ് അല്ലെങ്കിൽ മഴക്കാലം. ജൂലൈ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ വരും. അടുത്തത് ശരത് ഋതുവാണ്, അതായത് ശരത്കാലം തന്നെ. സെപ്റ്റംബർ പകുതി മുതൽ നവംബർ പകുതി വരെ വരുന്നതാണ്. ഹേമന്ത ഋതു എന്ന് പറഞ്ഞാൽ ശീതകാലത്തിന്റെ തുടക്കം തന്നെയാണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ശിശിര ഋതു എന്ന് പറയുന്നതും. അപ്പം ഹേമന്ത ഋതു വരുന്നത് നവംബർ പകുതി മുതൽ ജനുവരി പകുതി വരെയാണ്. വീണ്ടും ജനുവരി പകുതി മുതൽ അടുത്ത ഋതു സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മളുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് വരുന്ന 4 ഋതുക്കള് വിന്ററും സമ്മറും സ്പ്രിങ്ങും ഓട്ടം തന്നെയാണ്. ഇതില് വർഷ ഋതുവിനെ നമ്മൾ മൺസൂൺ സീസൺ ആയിട്ട് എടുക്കാം. ഈ 6 ഋതുക്കൾ ഉണ്ട് എങ്കിലും ഏതാണ്ട് നമ്മൾക്ക് 3 ഋതുക്കളാണ് ഇപ്പോഴ് നമ്മളുടെ ഒരു കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നതിന് ശേഷം 3 ഋതുക്കളാണ് നമ്മൾക്ക് അനുഭവത്തിൽ വരുന്നത്. ഒന്ന് വേനൽക്കാലം, അടുത്തത് മഴക്കാലം, അടുത്തത് മഞ്ഞുകാലം. ഇതില് ആദ്യത്തെ 3 ശിശിരം, വസന്തം, ഗ്രീഷ്മം, ഇത് 3 കൂടെ ചേർന്നിട്ട് ഉത്തരായന കാലമാകും. അതായത് സൂര്യൻ നോർത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ഈ ഒരു സമയത്ത് ഭൂമിയിൽ ചൂട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് അതുപോലെ തന്നെ മനുഷ്യർക്കെല്ലാം ബലം തീരെ കുറവുള്ള സമയമായിരിക്കും. അടുത്ത കാലം എന്ന് പറയുന്നത് ദക്ഷിണായനമാണ്. വർഷം, ശരത്ത്, ഹേമന്തം, ഇത് 3 കൂടെ ചേർന്നിട്ടാണ് ദക്ഷിണായന കാലമാകുന്നത്. ഇവിടെ സൂര്യൻ സൗത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് ഭൂമിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് ജീവജാലങ്ങൾക്കും കുറച്ച് തണുപ്പ് അനുഭവപ്പെടുന്ന കാലമാണ്. ഈ ഒരു സമയത്ത് ബലം കൂടുതലുള്ള സമയമാണ്. ഇതില് ഉത്തരായന കാലം എന്ന് പറയുന്നത് ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഊർജം സംരക്ഷിക്കുന്നതിനുമുള്ള സമയമാണ്. എന്നാൽ ദക്ഷിണായനം എന്ന് പറയുന്നത് ശരീരത്തിനെ പുനരുജ്ജീവിപ്പിക്കാനും പുനർനിർമ്മിക്കാനുമുള്ള സമയമാണ്. അതാണ് റെജുവിനേഷൻ എന്ന് പറയുന്നത്. ഈ 2 കാലഘട്ടങ്ങളെയും അവ നമ്മളുടെ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ ആയുർവേദ തത്വങ്ങൾ അനുസരിച്ച് ജീവിതശൈലിയിലും അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വർഷ ഋതുവിലേക്ക് വരാം. ഈ വർഷ ഋതുവില് അഗ്നി അല്ലെങ്കിൽ ദഹന പ്രവർത്തനം തീരെ ദുർബലമായിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. വേനൽക്കാലം കഴിഞ്ഞിട്ടാണല്ലോ മഴക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തിന്റെ ഒരു ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ ദഹനം ദുർബലമായി തുടങ്ങുകയും പെട്ടെന്നുള്ള ആ ഒരു അന്തരീക്ഷത്തിലെ ചേഞ്ച് കൊണ്ട് അത് വീണ്ടും നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും വാതം, പിത്തം, കഫം എന്ന് പറയുന്ന ത്രിദോഷങ്ങൾ മലിനമാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും, നല്ല മഴയുണ്ടാകും, ഈ മഴ മൂലം മലിനമായിട്ടുള്ള വെള്ളം ഉണ്ടാകും. ഈ സമയത്ത് ശരീരശക്തിയും ജീർണാഗ്നിയും ക്ഷയിക്കുകയും വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങൾ പ്രകോപിക്കുകയും ചെയ്യും. ഇവിടെ വാതം വർദ്ധിക്കാനുള്ള കാരണം മഴയും അതുമൂലമുള്ള തണുപ്പും കാറ്റും ഒക്കെ തന്നെയാണ്. ഇവിടെ പിത്തം വർദ്ധിക്കാനുള്ള കാരണം വേനലിന് ശേഷം വരുന്ന ഈ ഒരു നല്ല ചൂടേറ്റ് കിടക്കുന്ന ഭൂമിയിലേക്ക് ഈ ഒരു മഴ വരുമ്പോഴത്തേക്ക് ഈ ഒരു വ്യത്യാസം നമ്മളുടെ ശരീരത്തിലേക്ക് വരികയും അമ്ല വിഭാഗവും അതുപോലെ തന്നെ പിത്തം ശരീരത്തിൽ ക്രമാതീതമായിട്ട് അടിഞ്ഞുകൂടാൻ കാരണമാവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് നമ്മൾക്ക് ചെറിയ രീതിയിലൊരു മഞ്ഞ കളറൊക്കെ സ്കിന്നിന് തോന്നുന്നതും അതുപോലെ ചെറിയ രീതിയിലൊരു ടെമ്പറേച്ചറൊക്കെ ശരീരത്തിന് തോന്നുന്നതും ഈ പിത്തം അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ്. ദഹനാഗ്നിയുടെ ശക്തി കുറവായതുകൊണ്ട് തന്നെ 3 ദോഷങ്ങളും പരസ്പരം മലിനമാക്കപ്പെടുകയും നിരവധി രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ അസന്തുലിതമായിട്ടുള്ള നമ്മളുടെ ദോഷങ്ങളെ ലഘൂകരിക്കാനും ദഹന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. ആയുർവേദ പ്രകാരം എല്ലാ രോഗങ്ങളും അഗ്നി ദുഷിച്ചുണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. ഡൈജസ്റ്റീവ് ഫയറിന്റെ അല്ലെങ്കിൽ അഗ്നിയുടെ പ്രവർത്തനം കുറഞ്ഞാല് അജീർണതയും ഭക്ഷണം ദഹിക്കാതെ ടോക്സിക് ആയിട്ട് കോശങ്ങളിലൊക്കെ ഇരുന്ന് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അഗ്നിയെ പുനരുജ്ജീവിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വർഷകാലത്ത് എസ്പെഷ്യലി കർക്കിടകത്തിൽ നമ്മൾ കർക്കിടക കഞ്ഞി പോലെയുള്ള മരുന്ന് കഞ്ഞികളും മരുന്ന് സേവയും പഞ്ചകർമ്മ പോലെയുള്ള ചികിത്സാ രീതികളും ഒക്കെ ചെയ്ത് ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാനും പുനർനിർമ്മിക്കാനുമായിട്ട് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ പഴയ ധാന്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. നവധാന്യങ്ങൾ ഉപയോഗിക്കാതെ പത്തായത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ ധാന്യങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്തുണ്ടാക്കിയ സൂപ്പ് ഉപയോഗിക്കാം. പയറുവർഗ്ഗങ്ങൾ ചേർത്തിട്ടും സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ മുന്തിരി വീഞ്ഞും കഷായങ്ങളൊക്കെ കഴിക്കാൻ പറയുന്നത് ഈ ഒരു കാലാവസ്ഥയിലാണ്. ഇനി ഇവിടെ നമ്മൾ സൗവർച്ചല ലവണം എന്ന് പറയും, അതായത് ബ്ലാക്ക് സോൾട്ട് അല്ലെങ്കിൽ കാലാനമക് എന്ന് പറയുന്നത്, അത് പഞ്ചകോല ചൂർണവും കൂടെ ചേർത്തുണ്ടാക്കിയ മോര്, മുക്കുടി ഇതുപോലെയുള്ളതൊക്കെ സേവിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഈ ഒരു സമയമാണ്. മുക്കുടി ഉണ്ടാക്കുന്നതിനെ പറ്റിയും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ കുടിക്കാനായിട്ട് നല്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ചുക്ക് കാപ്പിയൊക്കെ കുടിക്കേണ്ടതും ഈ ഒരു സമയത്താണ്. ഇവിടെ നമ്മൾ സൂര്യപ്രകാശം ഒട്ടും ലഭിക്കാത്ത ദിവസങ്ങളിൽ ഭക്ഷണം പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കൂടുതൽ പുളി ചേർത്തത്, ഉപ്പിലിട്ടത്, വൃത്തിയുള്ളതും ചൂടോടെയുമുള്ള ഫുഡ്, അതുപോലെ തന്നെ തേൻ ചേർത്തതും എളുപ്പത്തിൽ ദഹിക്കുന്ന ഫുഡൊക്കെയാണ് കഴിക്കേണ്ടത്. പകലുറക്കവും കഠിനാധ്വാനവും ഒഴിവാക്കണം. വെയിലുള്ള സമയമാണെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. കാരണം മഴയും വെയിലും ഇങ്ങനെ ഇടതൂർന്ന് വരുന്നത് നമ്മളുടെ ബോഡിക്ക് കേടാണ്. ഈ ഒരു ഋതുചര്യ ശീലമാക്കാൻ പറയാനുള്ള കാരണം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഹോമിയോസ്റ്റേസിസിൽ മാറ്റം വരുത്താതിരിക്കണം. നമ്മളുടെ ശരീരത്തിനെ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാകുകയും അതുവഴി സീസണലായിട്ട് ഉണ്ടാകുന്ന ഓരോ വേരിയേഷൻസിനെയും അത് അറിഞ്ഞ് അത് ഉൾക്കൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഋതുചര്യ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറയുന്നത്. ഇതുപോലെ തന്നെ ഓരോ ഋതുവിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഓരോ ഋതു അത് വരുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഒരു ഋതു കഴിഞ്ഞ് അടുത്ത ഋതുവിലേക്ക് വരുമ്പം ആ ഒരു ജോയിനിങ് ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഋതുവിൽ നിന്നും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വന്നിട്ട് അടുത്ത ഋതുവിൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് പോകേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ അടുത്ത ഋതുവിലേക്ക് ജമ്പ് ചെയ്ത് പോവല്ല വേണ്ടേ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിനി വർഷ ഋതു കഴിഞ്ഞ് അടുത്ത ഋതുവിലേക്ക് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. താങ്ക്